ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണ തോതിൽ തുറക്കുന്നതിനായി ഒരുങ്ങുകയാണ്. ഇറാനുമേൽ US സെൻട്രൽ കമാൻഡ് ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നാവിക ഉപരോധം ഔദ്യോഗികമായി പിൻവലിച്ചതാണ് ഈ നിർണായക മാറ്റത്തിന് കാരണമായത്. ലോകത്തെ കരിനിഴലിലാക്കിയ യുദ്ധഭീതിക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കും താൽക്കാലിക ശമനം നൽകുന്നതാണ് അമേരിക്കയുടെ ഈ പിൻവാങ്ങൽ. പശ്ചിമേഷ്യയിലെ ശക്തി ബാലൻസുകളെ പാടെ മാറ്റിമറിക്കുന്ന ഈ പുതിയ സംഭവ വികാസം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച ചരിത്രപരമായ ഡിജിറ്റൽ ധാരണാപത്രത്തിന്റെ നേരിട്ടുള്ള പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്ന നാവിക ഉപരോധത്തിന്റെ അവസാനിപ്പിക്കൽ. നയതന്ത്ര തലത്തിൽ വലിയ നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒപ്പുവെക്കലിന് പിന്നാലെ പേർഷ്യൻ ഉൾക്കടലിലും ഒമാൻ ഉൾക്കടലിലും അമേരിക്കൻ സൈന്യം ഏർപ്പെടുത്തിയിരുന്ന കർശനമായ പരിശോധനകളും നിയന്ത്രണങ്ങളും നിർത്തിവെക്കാൻ US ഭരണകൂടം ഉത്തരവിടുകയായിരുന്നു. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന കർശനമായ എംബാർഗോകളാണ് അമേരിക്കൻ നാവികസേന ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം തങ്ങളുടെ നയതന്ത്ര സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക സൈനിക സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ പിടിച്ചുനിന്ന തെഹ്റാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഉപരോധം നീക്കാൻ വാഷിംഗ്ടണിനെ നിർബന്ധിതരാക്കി എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾ ഏർപ്പെടുത്തിയിരുന്ന അപ്രഖ്യാപിത വിലക്ക് അവസാനിക്കുന്നത് ഇറാന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ശ്വാസം നൽകും. തങ്ങളുടെ എണ്ണ വ്യാപാരവും അന്താരാഷ്ട്ര കച്ചവടവും പുനരാരംഭിക്കാൻ ഇത് ഇറാന് വഴി തുറക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും സജീവമാകുന്നതോടെ ആഗോള ഊർജ്ജ വിപണി വലിയൊരു ആശ്വാസത്തിലാണ്. ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന അതീവ നിർണായകമായ ഒരു ചോക്ക് പോയിന്റാണ് ഹോർമുസ്. ഉപരോധവും യുദ്ധഭീഷണിയും കാരണം എണ്ണവില കുതിച്ചുയരുമെന്ന ആശങ്കയിലായിരുന്ന ആഗോള വിപണിക്ക് ഈ വാർത്ത വലിയൊരു ഉണർവാണ് നൽകിയിരിക്കുന്നത്. എണ്ണ വിതരണം തടസ്സമില്ലാതെ നടക്കുമെന്ന ഉറപ്പ് വിപണിയിലെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഇത് ആഗോളതലത്തിൽ തന്നെ ഇന്ധനവിലയിൽ കാര്യമായ കുറവുണ്ടാക്കിയേക്കാം. എന്നാൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഈ നീക്കം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരു പൂർണ്ണമായ പിൻവാങ്ങലല്ല എന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉപരോധം നടപ്പിലാക്കുക എന്ന ദൗത്യം അവസാനിച്ചെങ്കിലും മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അവിടെ തന്നെ തുടരും. സമാധാന കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക എന്ന പുതിയ ദൗത്യമാണ് ഇപ്പോൾ US സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള മേൽനോട്ട പദവിയിലേക്ക് അമേരിക്കൻ നാവികസേന മാറുന്നു എന്നതിനർത്ഥം പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സാന്നിധ്യം അവർ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഈ താൽക്കാലിക സമാധാനം എത്രത്തോളം സുസ്ഥിരമായിരിക്കുമെന്ന കാര്യത്തിൽ പ്രതിരോധ വിദഗ്ധർക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അവിശ്വാസം പെട്ടെന്നൊരു ധാരണാപത്രം കൊണ്ട് ഇല്ലാതാക്കില്ല. കരാറിലെ വ്യവസ്ഥകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഉപരോധം വീണ്ടും കടുപ്പിക്കാൻ അമേരിക്കയ്ക്ക് നിമിഷങ്ങൾ മതിയാകും. അതിനാൽ തന്നെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വെടിനിർത്തലും സമാധാന അന്തരീക്ഷവും അതീവ ദുർബലമായ ഒന്നാണ്. ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികൾ ഈ തീരുമാനത്തെ കടുത്ത ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കുന്നത് അവർക്ക് കൂടുതൽ സാമ്പത്തിക ശക്തി നൽകുമെന്നും ഇത് മേഖലയിലെ സായുധ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ സഹായമെത്തിക്കാൻ ഇറാനെ സഹായിക്കുമെന്നും ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട്. അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പിൻവാങ്ങൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന വികാരമാണ് ടെൽ അവീവിനുള്ളത്. വാഷിംഗ്ടണിന്റെ ഈ തന്ത്രപരമായ മാറ്റത്തോട് ഇസ്രയേൽ വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ നീക്കം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബൈഡൻ ട്രംപ് ഭരണകൂടങ്ങളുടെ വിദേശ നയങ്ങളിലെ വ്യത്യാസങ്ങളും സൈനിക മുൻഗണനകളും ഇതിൽ നിഴലിച്ചു കാണാം. വിദേശങ്ങളിലെ അനാവശ്യ സൈനിക ഇടപെടലുകൾ അവസാനിപ്പിച്ച് സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്ന തത്വത്തിലൂന്നിയാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കനത്ത ചിലവുള്ള നാവിക ഉപരോധങ്ങൾ ദീർഘനാൾ തുടരുന്നത് അമേരിക്കൻ നികുതിദായകരുടെ പണം നഷ്ടപ്പെടുന്നതാണെന്ന ചിന്തയും ഇതിന് പിന്നിലുണ്ട്. ഈ പുതിയ സാഹചര്യം പശ്ചിമേഷ്യയിലെ മറ്റ് അറബ് രാജ്യങ്ങൾക്കും പുതിയ നയതന്ത്ര സാധ്യതകൾ തുറന്നു നൽകുന്നു. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായുള്ള തങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിച്ചേക്കാം. അമേരിക്കൻ സുരക്ഷാ കവചത്തെ മാത്രം ആശ്രയിക്കാതെ പ്രാദേശികമായി കൂട്ടായ്മകളിലൂടെ സമാധാനം നിലനിർത്തുക എന്ന ചിന്തയിലേക്ക് മിഡിൽ ഈസ്റ്റ് മാറുന്നതിന്റെ സൂചനയായും ഇതിനെ കാണാം.
കടൽ കൊള്ളിയും മിസൈൽ ആക്രമണങ്ങളും ഭയന്ന് ഹോർമസ് പാത ഉപേക്ഷിച്ച് പല അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളും ഇപ്പോൾ തങ്ങളുടെ സർവീസുകൾ പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇൻഷുറൻസ് നിരക്കുകളിലെ കുറവും സുരക്ഷിതമായ യാത്രയും ചരക്കുകടത്ത് സുഗമമാക്കും. ഇത് ആഗോള വ്യാപാര മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിന് വലിയൊരു ഊർജ്ജമാകും. ചരക്കുകളുടെ നീക്കം വേഗത്തിലാകുന്നതോടെ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറും. ഹോർമസ് കടലിടുക്കിലെ ഉപരോധം അവസാനിച്ചത് കേവലം ഒരു സൈനിക പിന്മാറ്റമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെയും സാമ്പത്തിക രംഗത്തെയും പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. ഇറാൻ തങ്ങളുടെ നയതന്ത്ര നീക്കങ്ങളിലൂടെ വലിയൊരു വിജയം നേടിയപ്പോൾ അമേരിക്ക തങ്ങളുടെ തന്ത്രപരമായ മുൻഗണനകൾ മാറ്റിയതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ പുതിയ സമാധാന അന്തരീക്ഷം എത്രനാൾ നീണ്ടു നിൽക്കുമെന്നതും നിരീക്ഷണ ചുമതലയുള്ള അമേരിക്കൻ സൈന്യവും ഇറാനും തമ്മിൽ കടലിൽ എങ്ങനെ സഹകരിക്കുമെന്നതുമാണ് ഇനി ലോകമുറ്റുനോക്കുന്ന പ്രധാന കാര്യം.